അമേരിക്ക മാത്രമല്ല ചൈനയുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ഇസ്രായേലും അതുപോലെ തന്നെ ഇറാൻ രാജ്യം വിട്ട് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലോട്ട് മൂവ് ചെയ്യാനുള്ള ചില എംബസി ഓർഡേഴ്സ് പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചുള്ള ഒരു ന്യൂസുകളൊന്നും ഇറാൻ അമേരിക്കയിൽ വന്നിട്ടില്ല. ഇന്നലെ രാത്രി ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അതിനുശേഷം അമേരിക്കയുടെ ആദ്യത്തെ വാർണിംഗ് ആണ് ഇസ്രായേലിലുള്ള US പൗരന്മാരോടും അല്ലെങ്കിൽ അവിടുത്തെ കുടുംബാംഗങ്ങളോടും അത്യാവശ്യക്കാർ മാത്രം അവിടെ നിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ വിട്ടുവരാനുള്ള ഒരു വാർത്ത നമ്മളിന്ന് രാവിലെ മുതൽ കാണുന്നുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന്, രാവിലെ തന്നെ എംബസിയുടെ സൈഡിൽ നിന്ന്, US ജെറുസലേം എംബസിയുടെ സൈഡിൽ നിന്നാണ് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്ന ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ പുതുതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ ന്യൂസുകളൊന്നും എടുത്ത് ചെയ്യാഞ്ഞത് ഇന്നത്തെ അപ്ഡേറ്റുകളായിട്ട്. പക്ഷേ അത് നടന്നിട്ടുണ്ട്. ഇപ്പം ചൈനയുടെ സൈഡിൽ നിന്ന് വന്നു എന്നുള്ള ന്യൂസ് പുറത്തോട്ട് വരുന്നുണ്ട്. അത് കാരണങ്ങൾ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണാൻ ട്രൈ ചെയ്യണം മാക്സിമം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇറാനിലെ ചില സ്ഥലങ്ങളിൽ ഇന്നും വീണ്ടും സ്ഫോടന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്. സ്ഫോടനം എന്ന് പറഞ്ഞാൽ ബോംബ് സ്ഫോടനമൊന്നുമല്ല. ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലീക്കും അതുപോലെ തന്നെ മറ്റ് ഷോർട്ട് സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇറാനിലെ വലിയ നഗരങ്ങളൊന്നിലായിട്ടുള്ള കെ എന്ന് പറഞ്ഞ നഗരമുണ്ട് അല്ലേ, അതെ ഉണ്ട്, വലിയൊരു സ്ഫോടനം നടന്നിട്ടുണ്ട്. വ്യാവസായിക പാർക്കുകൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ അടുത്തായിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ചില വീഡിയോ രംഗങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യാം, നമുക്കിത് കിട്ടുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില സോഴ്സുകളാണ്. അങ്ങനെ ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. അത് നെക്സ്റ്റ് ഡേയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ക്ലിയർ ഡീറ്റെയിൽസ് ന്യൂസൊക്കെ പിന്നെ പുറത്തോട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ന്യൂസ് കണ്ടു എന്നറിയില്ല, നാളേക്ക് അതിൻ്റെ വല്ല ആധികാരികമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരുമായിരിക്കും, നമുക്ക് നോക്കാം. ഇനി അമേരിക്കയുടെ ഒഴിപ്പിക്കൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി 2026 ഫെബ്രുവരി 27 മുതൽ ഇസ്രായേലിൽ നിന്നുള്ള അടിയന്തര ആവശ്യമല്ലാത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒഴിപ്പിക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവിട്ടിട്ടുണ്ട്. ചൈനയും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാനായിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈന ഇതുവരെ അങ്ങനെ ഒരു മെമ്മോ പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മെമ്മോ പുറത്തോട്ട് വിടുന്നത്. അതിനുള്ള കാരണം പറയുന്നത് ഇന്നലത്തെ 3ാം റൗണ്ട് മീറ്റിങ്ങും പ്രത്യേകിച്ച് ഒന്നും അല്ലാണ്ട് അലസി തന്നെ പിരിഞ്ഞത്. വീണ്ടും അടുത്തൊരു റൗണ്ട് വിയന്നയിൽ വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഇറാൻ ഒട്ടും പിന്നോട്ട് നിന്നിട്ടില്ല. ഇറാൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക, എനിക്ക് തോന്നുന്നു ഇപ്പം ഇറാൻ ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് നിങ്ങൾ യുദ്ധം ചെയ്യും, നമുക്ക് കാണാം എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല, ഞങ്ങൾക്ക് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണി കിട്ടും. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ താടിയുള്ള അപ്പാനെ പേടിയുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇനിയും പുതിയ മീറ്റിങ്ങുകളിലോട്ട് പോവാം എന്നും പറയും. അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് പേടിപ്പിക്കണം എന്നുള്ള രീതിയിൽ പല ഗിമിക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പം യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത മാസം, ഇനിയിപ്പോൾ പറയുമ്പോൾ അടുത്ത മാസം അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് വന്ന് അതിൽ എന്ത് തീരുമാനങ്ങളാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വീക്കെൻഡാണ്. ഒരുപാട് ചാൻസസുകളുണ്ട് ഇറാനെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയുടെ സംയുക്തമായിട്ട് തിരിച്ചടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ചൈനയും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള ആളുകളോട് വെക്കേറ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം ഇറാൻ ആദ്യം തന്നെ ഇപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഏതൊരു ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞാലും ഇറാൻ ആദ്യം അടിക്കാൻ പോകുന്നത് ഇസ്രായേലായിരിക്കും. സൈനിക ബേസുകളൊക്കെ ഉണ്ടെങ്കിലും സൈനിക ബേസുകളൊക്കെ ഓരോ മിസൈൽ തൊടുക്കുന്ന സമയത്തേക്ക് ഒരു 100 മിസൈൽ അങ്ങോട്ട് ഇസ്രായേലിലോട്ട് അവന്മാർ വിടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ആ പേടി എല്ലാവർക്കും ഉള്ളതാണ്. ഇനി ചില സൈനിക തയ്യാറെടുപ്പുകൾ ഇന്ന് നടന്നതായിട്ട് കാണുന്ന ചില ഫ്ലൈറ്റ് റഡാറുകളിലും കാണിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ യുദ്ധത്തിലോട്ട് നീങ്ങുന്നതാണ് എന്ന് വീണ്ടും ആളുകൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിലെ ഓഡ എയർബേസ് ഉണ്ട്. ഈ ഓഡ എയർബേസിൽ F-22 സെൽത്ത് വിമാനങ്ങൾ നിലയുറപ്പിച്ചതായി കാണുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഡസനോളം വരുന്ന ഈ F-22 സെൽത്ത് വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല F-35 വിമാനങ്ങൾ ഓൾറെഡി യൂറോപ്യൻ ബേസുകളിലും മറ്റേ അറേബ്യൻ ബേസുകളിലൊക്കെ ഉണ്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇത് ഒരു യുദ്ധത്തിൻ്റെ അവസാന ഭാഗങ്ങളിലോട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് F-22 പോലത്തെ വിമാനങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല ഈ ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ എന്നും പറഞ്ഞിട്ട് ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന് തയ്യാറാക്കിയ അമേരിക്കയുടെ പുതിയ കെമിക്കേസ് ഡ്രോൺ യൂണിറ്റുകളെക്കുറിച്ചും റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. വലിയ മിസൈലുകളേക്കാൾ ചെലവ് കുറഞ്ഞതായിട്ടുള്ള
പക്ഷേ ഭയങ്കരമായിട്ടുള്ള വിനാശങ്ങൾ ഉണ്ടാക്കുന്ന വൺ വേ അറ്റാക്ക് ഡ്രോണുകളാണിവ. അതായത് ഇറാനാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉണ്ടാക്കുന്നില്ല. വളരെ ചിലവ് കുറഞ്ഞിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകൾ ഇറാൻ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ പരിപാടികൾ ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാമിക്കാസി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോൺ യൂണിറ്റുകളെ അവിടേക്ക് എത്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, അമേരിക്കൻ സൈനിക ഉപകരണങ്ങൾ എത്തിക്കുന്നതിനായിട്ട് C-15 C-5 വിമാനങ്ങൾ തുടർച്ചയായിട്ട് സർവീസ് നടത്തുന്നത് ഫ്ലൈറ്റ് റഡാറുകൾ കാണുന്നുണ്ട്. ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം യുദ്ധ കാർഗോ ഫ്ലൈറ്റുകൾ. അപ്പം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത്രയും വലിയ എന്താ പറയുക സൈനിക സന്നാഹങ്ങൾ അമേരിക്ക അവിടെ ചെയ്യുന്നു എന്ന് കാണിക്കാനാണ്. 14 പുതിയ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങൾ, അതായത് റീഫ്യൂലിംഗ് ടാങ്കേഴ്സ് വിമാനങ്ങളും ഇസ്രായേലിൽ എത്തിയതായിട്ടുള്ള ഫ്ലൈറ്റ് റഡാറുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് നമുക്കറിയാം. സെൻട്രൽ കമാൻഡ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടികളെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപിന് വിശദീകരണം നൽകി എന്ന് പറയുന്ന ചില സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന് വരുന്ന ചില ന്യൂസുകളും പുറത്തോട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് ഈ സമയം വരെ പുതുതായിട്ട് വന്നിട്ടുള്ള ന്യൂസുകൾ. ഇപ്പം ഇന്ന് ഒരു വെള്ളിയാഴ്ച രാത്രിയാണ്, നോമ്പാണ്. ഇതൊക്കെ ഉണ്ട്. അമേരിക്ക പൊതുവേ അറ്റാക്കിങ്ങിന് തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം അറേബ്യൻ കൺട്രീസിനോടുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നോമ്പ് സമയത്താണ് അവർ പ്രിഫർ ചെയ്യാറ്, കൂടുതൽ ക്ഷീണം പിടിച്ചിരിക്കുന്ന സമയത്ത്. അതുമാത്രമല്ല ഈ വീക്കെൻഡ് സമയങ്ങളിലാണ് മറ്റ് ചില അറ്റാക്കുകൾ അവർ പ്ലാൻ ചെയ്യാറ്. അപ്പം ഓൾറെഡി 3ാമത്തെ റൗണ്ട് ഈ ഒരു ചർച്ച അവിടെ അലസിപ്പോയിട്ടുണ്ട്. ഒന്നും അല്ലാത്ത രീതിയിലാണ് ചർച്ച പിരിഞ്ഞിട്ടുള്ളത്. ഇറാൻ ഒരു രീതിയിലും വിട്ടുകൊടുത്തിട്ടില്ല ഒരു കാര്യങ്ങളും. അപ്പം ഇതൊക്കെ നിൽക്കുമ്പം നമ്മൾ ഈ ന്യൂസുകൾ ഇങ്ങനത്തെ കുറേ സൈനിക സന്നാഹങ്ങൾ കണക്ട് ചെയ്യുമ്പം ചില വിദഗ്ധർ പറയുന്നു ചിലപ്പോൾ ഇന്ന് രാത്രിയൊക്കെ യുദ്ധം നടന്നേക്കാം, അവിടുന്ന് ആളുകളൊക്കെ ഒഴിപ്പിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നോ നാളെ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രികളിലൊക്കെ ആയിട്ട് യുദ്ധം നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ള ചില നിഗമനങ്ങളിലോട്ടാണ് ആളുകൾ എത്തുന്നത്. ഒന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ അല്ലേ. അവിടെ നമ്മുടെ ഒരുപാട് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 രാജ്യങ്ങൾ മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം അറബ് കൺട്രീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ എത്ര മലയാളികൾ, ഇന്ത്യക്കാർ തന്നെ അവിടെ ഉണ്ട്. അവിടുത്തെ ആൾക്കാരും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാരുണ്ട്. മൊത്തം സ്തംഭിച്ചു പോകുന്നു. വ്യവസായ രംഗവും വാണിജ്യ രംഗവും മൊത്തത്തിലങ്ങ് സ്തംഭിച്ചു പോയി സ്ഥലങ്ങളിലൊക്കെ. ഒരിടത്ത് പൈസ ഉണ്ടെന്നിട്ട് കാര്യമില്ല, കയ്യിൽ നിന്ന് പോകും. കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. ആ അവസ്ഥയിലായി ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ യുദ്ധം നടക്കാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും പുതിയ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പറയുന്നത് ആ ഒരു ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ അപ്ഡേറ്റ്സ് കൂടുതൽ ആളുകളുടെ അടുത്തോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചുമ്മാ കണ്ട് തീർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതിന് പൈസ ചിലവൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.